പോറ്റിയെ കേറ്റിയെ പാരടി ഗാനം വിശ്വാസികളെ വ്രണപ്പെടുത്തുന്നതല്ലെന്ന് ഹിന്ദു ഐക്യവേദി. ഭക്തർക്കല്ല CPIM-നാണ് വ്രണപ്പെട്ടതെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു. ഗാനം ജനങ്ങൾ ഏറ്റെടുത്തു. സ്വർണ്ണക്കൊള്ളയെ കൃത്യമായി രേഖപ്പെടുത്തിയ പാട്ടെന്നും RV ബാബു പറഞ്ഞു. ഈ പാട്ട് അങ്ങേയറ്റം സ്വീകാര്യമായ അല്ലെങ്കിൽ ജനങ്ങൾ ഏറ്റെടുത്തൊരു പാട്ടാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട കൊള്ള, ആ കൊള്ളയെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ ഒരു പാട്ടാണ് എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾ അതിനെ ഏറ്റെടുത്തു. അത് വിശ്വാസികളെ വ്രണപ്പെടുത്തുന്നതായിട്ട് വിശ്വാസികൾക്ക് തോന്നിയിട്ടേയില്ല. കാരണം ഇത്തരം പാരഡി ഗാനങ്ങൾ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. അപ്പോൾ ഇതെന്താണ് സത്യത്തിൽ ഇത് വിശ്വാസികളെ ബാധിച്ചിട്ടൊന്നുമില്ല. വിശ്വാസികൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിലുള്ളത് പാട്ടിലൂടെ പുറത്തു വന്നു എന്നുള്ളതാണ് വിശ്വാസികൾ ഇതിനെ കണ്ടിട്ടുള്ളൂ. പ്രശ്നം വ്രണപ്പെട്ടത് CPM-നാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ CPM-ന് ബോധ്യമായൊരു കാര്യം, ഈ ശബരിമല വിഷയം CPM-നെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഈ പാട്ടൊരു ഘടകമായിട്ടുണ്ട്. അപ്പോൾ CPM-നെ ബാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് വിശ്വാസികളെ വ്രണപ്പെട്ടു എന്ന് പറയുന്നത്. സജോ ദേവസി ചേരുന്നു. സജോ, ഹിന്ദു ഐക്യവേദിയുടെ ഭാഗത്തു നിന്നൊക്കെ ഇതുവരെ കേൾക്കാത്ത വാക്കുകളാണ് ഇപ്പോൾ കേൾക്കുന്നത്. അങ്ങനെ അയ്യപ്പനെ വ്രണപ്പെടുത്തിയിട്ടൊന്നുമില്ല, മതവികാരം വ്രണപ്പെട്ടിട്ടില്ല എന്ന് പറയുകയാണല്ലേ ഹിന്ദു ഐക്യവേദി. എന്താണ് അവരുടെ വാദം? റോഷ്നി, പാരഡി ഗാനത്തെ ചുറ്റിപ്പറ്റി ഉയർന്ന രാഷ്ട്രീയ വിവാദങ്ങൾ അങ്ങേയറ്റം കൗതുകകരമാണ്. അതായത് വിശ്വാസികളുടെ ഭക്തരുടെ വികാരം വ്രണപ്പെട്ടു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ CPM നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ വിശ്വാസികൾക്ക് ഒട്ടും വ്രണപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു വൈരുദ്ധ്യമുണ്ടല്ലോ, അത് വളരെ രസകരവും കൗതുകകരവുമാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ പാട്ട് വിശ്വാസികളെ, അതായത് കാലങ്ങളോളമായി ആലപിക്കപ്പെടുന്ന ഒരു വലിയ ഭക്തിഗാനമാണ്. വിശ്വാസികൾക്ക് ഭക്തർക്കിടയിൽ, ശബരിമല ഭക്തർക്കിടയിൽ പ്രത്യേകിച്ചും വലിയ സ്വീകാര്യതയുള്ള ഒരു പാട്ടിന്റെ പാരഡി ഗാനമാണ് യഥാർത്ഥത്തിൽ ഈ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട്. അത് വലിയ തോതിൽ കേരളത്തിലുടനീളം ചർച്ചയാകുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഏറ്റവും ഗ്ലാമർ പാട്ടായി അത് മാറുകയും ഒക്കെ ചെയ്തു. അതിന് ചുറ്റിപ്പറ്റി ഉയർന്ന വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഇനിയിപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെയൊക്കെ കൊണ്ടുപോകാൻ കഴിയുമോ എന്നൊക്കെയുള്ള ആലോചനകളൊക്കെ സജീവമായി നിൽക്കുകയും ചെയ്യുന്നു. അതിനിടെയാണ് കേസെടുക്കുന്നതും അന്വേഷണത്തിലേക്കൊക്കെ കടക്കുകയും ചെയ്യുന്നത്. അത് UDF ആയുധമാക്കുന്നതിനിടെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ് വിശ്വാസികൾക്കൊട്ടും മുറിപ്പെട്ടിട്ടില്ല, വ്രണപ്പെട്ടിട്ടില്ല, CPIM-നാണ് വ്രണപ്പെട്ടത്. ഇതൊരു തിരിച്ചടിയാകുമെന്ന് കണ്ടപ്പോൾ ഇതിനെ ഉപയോഗിക്കാൻ അവർ ശ്രമിക്കുകയാണ്. ഒരു കാലത്തും ഭക്തരുടെ, ശബരിമല ഭക്തരുടെ പക്ഷത്ത് നിൽക്കാത്തവരാണ് CPIM. ഇപ്പോൾ അവർ സ്വീകരിക്കുന്നത് ഒരു കാപട്യം നിറഞ്ഞ നയമാണ് എന്ന് മാത്രമല്ല, ഈ പാട്ടിൽ എവിടെയും അയ്യപ്പനെ അവഹേളിക്കും വിധമുള്ള പരാമർശങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഈ പാട്ട് തങ്ങൾക്കും സ്വീകാര്യമാണ് എന്ന് ഹിന്ദു ഐക്യവേദി പറയുന്നു എന്നാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒരു തരത്തിലുമുള്ള വിമർശനം ഇങ്ങനെ ഈ ഒരു പാട്ട്, അതായത് ഒരുപാട് ഭക്തർ വലിയ മൂല്യത്തോടെ കാണുന്ന ഈ പാട്ടിൽ പാരടി ഉണ്ടാകുന്നതിൽ എന്തെങ്കിലും ഒരു ഖേദം ഹിന്ദു ഐക്യവേദിക്ക് ഇല്ല എന്നവർ ഉറപ്പിച്ചു പറയുന്നു. ഇതിലൊരു അധിക്ഷേപവുമില്ല. അവിടുത്തെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള വസ്തുതകൾ നിരത്തുന്ന ഒരു പാട്ടാണ് എന്നവർ ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുകയാണ് എന്നാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് അങ്ങനെ ഭക്തർക്കാർക്കും ഈ പാട്ട് പാരടിയായി അതിൽ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പരാമർശിച്ചതിൽ വിഷമം തോന്നുന്നില്ല. ആ കാര്യങ്ങൾ കൂടുതൽ ചർച്ചയാകും. ഒരു കാലത്തും ഭക്തരുടെ പക്ഷത്ത് നിന്നില്ല എന്ന ആരോപണവും വിമർശനവും ഹിന്ദു ഐക്യവേദി ഉന്നയിക്കാൻ ശ്രമിക്കുന്നു. ഏതായാലും ആ പരാമർശം, ആ നിലപാട് പല കാരണങ്ങൾ കൊണ്ട് വളരെ ശ്രദ്ധേയമാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളവും അത് ശ്രദ്ധേയമാണ്. കാരണം ഇങ്ങനെ ഒരു നിലപാട് അവർ സ്വീകരിക്കുന്നു, മറ്റൊരു രീതിയിലുള്ള ചർച്ച ഉയർന്നു വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ വാദമാണ്. ഈ വിഷയത്തിലുള്ള പ്രതികരണത്തെക്കുറിച്ചാണ് സജോ ദേവസ്യ വിശദീകരിച്ചത്.